നമസ്കാരം. കഴിഞ്ഞ ദിവസം യുഎഇയിൽ നടന്ന റോഡ് അപകടങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഇത്രയേറെ നിയമങ്ങളുള്ള യുഎഇയിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ കർശന നടപടികളിലേക്കാണ് യുഎഇ കടക്കുന്നത്. നിയമം കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് യുഎഇയുടെ തീരുമാനം. യുഎഇയിൽ ട്രാഫിക് സിഗ്നലുകളിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ച് വാഹനം ഓടിച്ചാൽ ഇനി മുതൽ വലിയ പിഴ നൽകേണ്ടി വരും. അതെ, 1.5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. ഇത് ഗുരുതര ഗതാഗത നിയമലംഘനമാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 1.5 ലക്ഷം ദിർഹം വരെ പിഴ നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസിന് 12 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കുകയും വാഹനം കുറഞ്ഞത് 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. എന്നാൽ ഫെഡറൽ ട്രാഫിക് നിയമത്തിനു പുറമെ ഓരോ എമിറേറ്റിനും അതിൻ്റെതായ ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദുബായിൽ 2023 ഡിക്രി നമ്പർ 30 പ്രകാരം പോലീസ് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടണമെങ്കിൽ 50,000 ദിർഹം നൽകണം. ഇതേ തുക തന്നെയാണ് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ അബുദാബിയിലും നൽകേണ്ടത്. അബുദാബിയിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് 2020 5-ാം നമ്പർ നിയമപ്രകാരമാണിത്. അബുദാബിയിലെ വാഹനം കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിയമപ്രകാരം വിവിധ നിയമലംഘനങ്ങൾക്ക് വാഹനം പോലീസിന് പിടിച്ചെടുക്കാം. സിഗ്നലിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ച് പോകുന്നതാണ് ഇതിൽ പ്രധാനം. അശ്രദ്ധമായ ഡ്രൈവിംഗ്, അവ്യക്തമായതോ മറച്ചതോ വികൃതമായതോ ആയ ലൈസൻസ് പ്ലേറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കൽ, റോഡ് റേസിംഗിൽ ഏർപ്പെടൽ, ബോധപൂർവം പോലീസ് വാഹനവുമായി കൂട്ടിയിടിക്കൽ തുടങ്ങിയവയാണ് വാഹനം പിടിച്ചെടുക്കാവുന്ന മറ്റ് ട്രാഫിക് ലംഘനങ്ങൾ. അബുദാബി പോലീസ് പുറത്തുവിട്ട വിവരം അനുസരിച്ച് ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗമാണ് ചുവന്ന ലൈറ്റ് ചാടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറയുന്നത്. മൊബൈൽ ഫോണുകളുടെ ഉപയോഗം നിരവധി ട്രാഫിക് ലംഘനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അബുദാബി പോലീസ് നടത്തിയ പഠനത്തിൽ ഇത് വ്യക്തമായി പറയുന്നു. വാഹനം ഓടിക്കുന്നവർ പലപ്പോഴും ലൈൻ അച്ചടക്കം പാലിക്കാൻ തയ്യാറാകുന്നില്ല. ലൈൻ അച്ചടക്കം പാലിക്കാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മൊബൈൽ ഫോൺ ഉപയോഗം തന്നെയാണ്. ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ പോലുള്ള ഹാൻഡ്സ് ഫ്രീ ഉപകരണം ഉപയോഗിക്കുമ്പോൾ പോലും ഇത് പ്രതികരണ സമയം 35% വരെ കുറയ്ക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. യുഎഇയിൽ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ കുറഞ്ഞത് 400 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ. ദുബായിൽ ഈ കുറ്റത്തിന് വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. അതേസമയം സിഗ്നലിലെ ചുവന്ന ലൈറ്റ് ചാടുന്നത് മാരകമായ അപകടങ്ങളിലേക്ക് നയിച്ചാൽ ശിക്ഷ ഇതിലും കൂടുതലാണ്. യുഎഇയുടെ പുതിയ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ 40 അനുസരിച്ച് റോഡിൽ വാഹനം ഉപയോഗിച്ചതിന്റെ ഫലമായി സ്വന്തം തെറ്റുകൊണ്ട് ഒരാളുടെ മരണത്തിന് കാരണമായാൽ തടവും 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും അനുഭവിക്കേണ്ടി വരും. അതേസമയം റെഡ് സിഗ്നൽ ലംഘിച്ചതാണ് മരണത്തിലേക്ക് നയിച്ച അപകട കാരണമെങ്കിൽ ശിക്ഷ വീണ്ടും കൂടും. 1 വർഷത്തെ തടവും 1 ലക്ഷം ദിർഹം പിഴയുമാണ് ലഭിക്കുക. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, സസ്പെൻഡ് ചെയ്തതോ റദ്ദാക്കിയതോ ആയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, വെള്ളപ്പൊക്കത്തിൽ താഴ്വരയിൽ വാഹനം ഓടിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കും ഇതേ ശിക്ഷയാണ് ലഭിക്കുക. യുഎഇ നിയമങ്ങൾ കടുപ്പിക്കുന്നത് സ്വദേശികളെയും പ്രവാസികളെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് യുഎഇയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷയാണ് പരമപ്രധാനം. നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച് വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിയമലംഘനങ്ങൾ നടത്താതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.